കാറുണ്ടല്ലോ, ആ കാർ യാത്രയില്ലേ അതൊരു ഭയങ്കര അനുഭവമായിരുന്നു ഇല്ലേ. നമ്മുടെ ഇന്നത്തെ ശാസ്ത്ര സാഹിത്യ നമ്മുടെ എന്താ പറയുന്നത് നിരൂപണമൊക്കെ നടത്തിയിട്ടുള്ള നമ്മുടെ മാഡം ഉണ്ട്. അപ്പൊ ഞാൻ ഇതെങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു പേടി എനിക്കുണ്ട്. നമ്മുടെ പുരാണത്തില് നമ്മുടെ ഭീഷ്മർ പറയുന്നുണ്ട്, ഒരു സുഖത്തിന്റെ ദുഃഖത്തിന്റെ പര്യന്തങ്ങളിൽ നിന്ന് തൊടുന്നതാണ് അതിന്റെ ഏറ്റവും മഹത്വം, അല്ലാണ്ട് മധ്യമാർഗോ ഇതൊന്നും അല്ല എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ടോപ്പിൽ ഏറ്റവും സുന്ദരമായ ഒരു ഇതായിരുന്നു ഞങ്ങൾക്ക് ആ ടോപ്പ് യാത്ര. അതിൻ്റെ അകത്ത് പ്രധാനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചിട്ടുണ്ടാവും, 4 മണിക്കൂർ ക്യൂ നിന്നിട്ടാണ് ഞങ്ങൾ അകത്ത് കയറുന്നത്. അതിൻ്റെ അകത്ത് ഈ 38 പേരെയും സുലു എന്ത് ചെയ്തെന്ന് വെച്ചാല് ഈ മൊബൈലിലാണ് ഈ നേരത്തെ ഇത് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഓരോരുത്തരുടെ പേര് പറഞ്ഞ് എന്തൊരു റിസ്ക് എടുത്തുകൊണ്ടാണ് ഈ 38 പേര് കയറിയത്. ഒരാൾ പോലും ഇത് ചെയ്തില്ല. അതിൻ്റെ അകത്ത് അന്ന് അവിടെ ചെന്ന് ഞങ്ങളെ അനുഭവങ്ങളെല്ലാം ഞങ്ങളെ വലിയധികം ഇഷ്ടമുണ്ടാക്കി സുലുവായിട്ട്. പക്ഷെ കൂടുതൽ ഇഷ്ടം തോന്നുന്നത് അപ്പോഴല്ല. സുലുവായിട്ട് ഞങ്ങൾ എയർപോർട്ടിൽ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കുറെ പേര് പറഞ്ഞു, അയ്യോ അതൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല, ഞങ്ങൾ അവർ കാണിച്ചില്ല, ഞങ്ങളുടെ ടൂർ ഓപ്പറേറ്റേഴ്സ് അതിനവിടെ പോകാൻ പറ്റിയില്ല. ഈ മറ്റൊരാൾക്ക് കിട്ടിയില്ലെന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് കൂടുതൽ സന്തോഷം. പൊതുവായ ഒരു ഇതങ്ങനെയാണല്ലോ. അപ്പോഴാണ് ഈ സുലുവായിട്ട് കൂടുതൽ ഇഷ്ടം തോന്നുന്നത്. അങ്ങനെ ഭാഗ്യത്തിന് തോന്നുന്ന 2ാമത്തെ ട്രിപ്പ് ഇട്ടത്. ഇത് വളരെ നല്ലൊരു ഇതായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഇപ്പോഴത്തെ തൊഴിലെന്ന് പറയുന്നത് എനിക്ക് വിലക്കുണ്ട് പറയാനായിട്ട്. അതായത് അവിടെ നിന്ന് കയറിയപ്പോ തന്നെ പറഞ്ഞിട്ട് പോകുന്ന ഒരു ഇതുണ്ട്. ഞാൻ വൈഫിന് കൊടുത്തൊരിതുണ്ട്, ഈ ഇവിടെ വന്ന് കൃഷി പറയില്ലായിരുന്നു. പക്ഷെ എണ്ണാം മൂത്താലും മരക്കയറ്റം മറക്കില്ല എന്ന് പറഞ്ഞ പോലെ നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ കോട്ടയം കൊച്ചി സിറ്റി, ഫോർട്ട് കൊച്ചി, എന്താ പറയാ, മക്കള് 2 പേര്, പേരക്കുട്ടികൾ 3 പേര്, പിന്നെ വേറൊരു ചരിത്രവും കൂടി ഉണ്ട്. പുള്ളിയുടെ വൈഫ് ക്യാൻസർ വന്ന് മരിച്ചു. അപ്പൊ എന്റെ സെക്കൻഡ് മാരേജ് ആണ്. പിള്ളേര് 2 പേരും തന്നെ ഉള്ളൂ. ആ പിള്ളേര് തന്നെ എന്റെയും പിള്ളേര്. ഇപ്പോ 10-20 വർഷമായിട്ട് ഞാൻ കൂടെയുണ്ട്. സന്തോഷമായിട്ട് മുന്നോട്ട് പോകുന്നു. കൂടിയ സമയങ്ങളില് ഞാൻ ജോലി രാജിവെക്കുന്നതിനെ കുറിച്ച് ഒത്തിരി ചിന്തിച്ചിരുന്നതാണ്. എന്നുവെച്ചാൽ സ്റ്റേഷനിൽ നമ്മുടെ ഡ്യൂട്ടി രാവിലെ പോയാൽ ചിലപ്പോൾ പിറ്റേ ദിവസം വൈകുന്നേരം ആയാലും ചിലപ്പോൾ പോരാൻ പറ്റാത്ത ഡ്യൂട്ടികൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ സിസ്റ്റമൊക്കെ മാറി. ഇപ്പോൾ ന്യൂജൻ പിള്ളേര് വന്ന് പിന്നെ ഡ്യൂട്ടിയിലും വ്യത്യാസം വന്നിട്ടുണ്ട്. അവരിന്ന് വരില്ല എന്ന് വെച്ചാൽ വരില്ല. പക്ഷേ ഞാനൊക്കെ എൻ്റെ അമ്മയ്ക്ക് വയ്യാതിരുന്ന സമയത്തൊക്കെ ഒരു ലീവിന് വേണ്ടി വളരെയധികം ബുദ്ധിമുട്ടിയിട്ടുണ്ട്. റിട്ടയറായി, ഫ്രീ ആണ്, വേറെ പരിപാടിക്കൊന്നും പോയിട്ടില്ല. വൈഫ് കേരളോർമ്മ കോളേജിൽ പഠിച്ച. അപ്പോൾ അവരുടെ ബാച്ച്മേറ്റ്സ് എല്ലാവരും കൂടി ഇങ്ങനെ കുറേ അന്വേഷിച്ചു, ടൂറിന് പറ്റി പല ഗ്രൂപ്പുകളെ അന്വേഷിച്ച് അവസാനമാണ് നമ്മുടെ വക്കീലമ്മേനെ കണ്ടുപിടിച്ചത്. അപ്പോൾ അതിലൊരു 8 പേരുണ്ടായിരുന്നു, 6 പേരുണ്ടായിരുന്നു. പിന്നെ അതിലൂടെ ബാക്കി ആ ട്രിപ്പിൻ്റെ അതൊക്കെ അസുഖം അറിഞ്ഞിട്ടാണ് ഞങ്ങൾ പിന്നെ അടുത്ത ട്രിപ്പ് കൂടുതൽ പുതിയ ആൾക്കാരായിട്ട് ആഡ് ചെയ്ത് വന്നത്. അപ്പോൾ അതാണ് വിശേഷം. ഞങ്ങൾ 2 മക്കളാണ്. മൂത്താള് ഇപ്പോൾ IIT മദ്രാസിൽ MTech ചെയ്യണം. 2ാമത്തെ ആള് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ തിരുവനന്തപുരത്ത്. ആള് വീട്ടിൽ കാലുപിടിച്ചിരിക്കുന്നത്. പക്ഷെ ഇതൊരു കോക്ടെയിലാണ് ശരിക്കും. നല്ല എനർജി ഡ്രിങ്ക്, നല്ല മിക്സിംഗ് ഉള്ള നല്ല ബ്ലെൻഡഡ് ആയിട്ടുള്ള ഒരു കോക്ടെയിൽ. പിന്നെ എൻ്റെ പേര് ബേബി ചാക്കോ എന്നാണ് ഒഫീഷ്യൽ നെയിം. ഹസ്ബൻഡിന് പിന്നെ ആയതുകൊണ്ട് ഇടയ്ക്ക് ബേബി, പിന്നെ ഇടയ്ക്ക് ബേബി ചാക്കോ, അങ്ങനെയാണ്. ഞാൻ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യാണ്. പക്ഷെ കൃഷിയെക്കുറിച്ച് 0 നോളേജ് എന്ന് പറയാം. അതുകൊണ്ട് കൃഷിയെക്കുറിച്ച് ആരും എന്നോട് ചോദിക്കരുത്. പിന്നെ ഞാൻ ആകെ ചെയ്യുന്ന സർവീസ് എന്ന് വെച്ചാൽ ഈ ഫീൽഡിൽ എനിക്ക് കിട്ടുന്ന വിത്തുകളൊക്കെ കൊണ്ട് എൻ്റെ നൈബേഴ്സിനും പിന്നെ ഞങ്ങളുടെ ലോക്കലിയൊക്കെ സെർവ് ചെയ്യാറുണ്ട്. അതാണ് കൃഷിക്ക് ആകെ കൂടി എൻ്റെ ഭാഗത്തു നിന്നൊരു കോൺട്രിബ്യൂഷൻ. പിന്നെ ഞാൻ ഫിനാൻസിങ്ങിലാണ് അസിസ്റ്റന്റ് കൺട്രോളർ. 1 വർഷം കൂടി റിട്ടയർ ചെയ്യാൻ 1 വർഷം കൂടി ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞാൽ ഞാൻ പിന്നെ സീറ്റ് ഫില്ലായി. അതുകൊണ്ട് ഞങ്ങളുമൊക്കെ അടുത്ത പ്രാവശ്യം ആകട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മകളുടെ കല്യാണമായിരുന്നു. അപ്പോൾ ഞാൻ പറയട്ടെ, എന്നെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ല. എൻ്റെ പേര് ഹാൻസൻ, ഭാര്യയുടെ പേര് ഡെൽഫിൻ. ഞാൻ കെൽട്രോണിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളുടെ നാസറിൻ്റെ ഒപ്പമായിരുന്നു. നാസർ ആദ്യം റിട്ടയറായി, അതിനുശേഷമാണ് ഞാൻ
2 വർഷമായിട്ടുള്ളൂ. ഞങ്ങളുടെ സ്ഥലം എറണാകുളം ജില്ലയിൽ എടപ്പള്ളിക്ക് അടുത്ത് പോണേക്ക് നാസറായിട്ട് ഒന്നിച്ച് വർക്ക് ചെയ്ത് അങ്ങനെ കുറേ കാലം നടന്നു. ഈ കല്യാണം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വീണ്ടും നമ്മുടെ പ്രീമി മോൾ എന്നെ വിളിച്ചത്. ആൻസിനേട്ടാ ഇങ്ങനെ ഒരു 4 സീറ്റ് ബാലൻസ് ഉണ്ട്, വരാൻ താല്പര്യമുണ്ട്, കല്യാണത്തിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞാന്ന് വെച്ചിട്ട് ഇതുവരെ ഉള്ളതിൽ എനിക്ക് വളരെ ഹാപ്പിയാണ്. എല്ലാവരും വളരെ ഫ്രണ്ട്ലിയാണ്. ഇപ്പോൾ നിങ്ങൾ കുറേ പേര് ഒരുപാട് പരിചയമുള്ള ആൾക്കാരാണ്. ഞങ്ങള് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഇത്തിരി ബാക്കിലാണ്. തവണ നമ്മള് ഫ്രണ്ടിലോട്ട് വരുന്നത്. ഓക്കെ ഓക്കെ. എനിക്ക് ഇത്രയും പറയാനുണ്ട്. ഇനി ബാക്കിയുള്ളത് എന്താ ഭാര്യ ഡെൽഫി ടീച്ചിങ് സ്റ്റാഫാണ്. റിട്ടയർ ചെയ്തിട്ട് 3 വർഷമായി. ഞങ്ങൾക്ക് 2 കുട്ടികൾ. കോണേക്കരയിലാണ് താമസം. നമ്മളോട് കൂടിയത് ഭയങ്കര ഹാപ്പിയായിരുന്നു. ഞങ്ങളൊക്കെ ടൂർ എവിടെയെങ്കിലും പോകാൻ ഇഷ്ടമാണ്. അപ്പം ഇതിന് പ്രചോദനമായത് നാസും ദുനിയാണ്. ഇപ്പോൾ ഏതായാലും ഫോണിലുള്ള തിരക്കാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ആവാനാണ്. നല്ല ടീമാണ്. കാശ്മീർ പോയ അനുഭവമൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് മറവോടുകൂടെ കൂടണമെന്ന് അങ്ങനെ വന്നതാണ്. പിന്നെ ഹസ്ബൻഡിന് അമ്മയുണ്ട്, എനിക്ക് അച്ഛനുണ്ട്, ഒരു ആങ്ങളയുണ്ട്, ഹസ്ബൻഡിന് ഒരു പെങ്ങളുണ്ട്. ഇതാണ് ഞങ്ങളുടെ ഫാമിലി. പിന്നെ സിലുവിൻ്റെ കൂടെയുള്ള യാത്ര തുടങ്ങിയത് നേരത്തെ ആദ്യത്തെ ദിവസം സിലു പറഞ്ഞല്ലോ, 2 പേര് മരിച്ചു. അതിലൊരാള് സുമയാണ് സിലുവിൻ്റെ കൂടെയുള്ള യാത്രയ്ക്ക് ആദ്യം പ്രചോദിപ്പിച്ചത്. ഞങ്ങളൊരു ടീമായിട്ട് സുമയുടെ ഫ്രണ്ട് എൻ്റെയും ഫ്രണ്ടാണ്. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് യാത്ര വന്നു. അതൊരു എക്സലന്റ് യാത്രയായിരുന്നു. അന്ന് നമ്മുടെ കൂടെ ഉണ്ടായത് അതെ ബേബി അവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ യാത്രയുടെ ഒരു അനുഭവമാണ് പിന്നെ സിലുവിന്റെ കൂടെ പോവാനായിട്ട് പ്രേരിപ്പിച്ചതും. ഞാൻ സിലുവിന്റെ ഒരു പ്രൊമോട്ടറായി മാറി. കാരണം പിന്നെ അടുത്ത യാത്ര എൻ്റെ ഹസ്ബൻഡിന്റെ പെങ്ങളെ ഞാൻ ചേച്ചീനെയും ഉണ്ണിയേട്ടനെയും കൂടെ അപ്പൊ അവര് പറഞ്ഞിട്ട് അവിടുന്ന് ഒരു ഗ്രൂപ്പ് സിലുവിന്റെ കൂടെ പോയി. അടുത്ത യാത്ര അഗുംബയിൽ ഞാനും എൻ്റെ ഫ്രണ്ട്സ് ഒരു ഗ്രൂപ്പുമായിട്ട് പോയി. അഗുംബയില് ഇദ്ദേഹം ഉണ്ടായിരുന്നു, പ്രസിഡന്റ് ഉണ്ടായിരുന്നു കൂടെ. 3ാമത്തെ ഒരു ചിമ്മിനി ട്രക്കിംഗ് ആയിരുന്നു. അതില് പ്രത്യേകിച്ച് ആരും ഉണ്ടായിരുന്നില്ല. അന്ന് ഞാൻ ഇതുപോലെ ഒറ്റയ്ക്കായിരുന്നു. പിന്നെ ഈ യാത്രയിൽ ഞാൻ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചു. അവർക്കൊക്കെ ഓരോരോ തിരക്ക്. എനിക്ക് പിന്നെ പ്രത്യേകിച്ച് ഞാൻ തോന്നുമ്പോൾ ലീവ് എടുക്കും. അങ്ങനത്തെ ഒരു ടൈപ്പ് ആയതുകൊണ്ട് ഒന്നും ശ്രദ്ധിക്കാറില്ല. പൊതുവെ ജോലി ഉണ്ട്, ജോലി കാര്യമായിട്ട് ചെയ്യുന്ന സമയത്ത് ചെയ്യും. ഇടയ്ക്കൊരു ബ്രേക്ക് വേണം തോന്നിയാൽ പിന്നെ വേറെ അയ്യോ അങ്ങനെ അത് ആയാൽ പ്രശ്നമല്ലേ, ഇതായാൽ പ്രശ്നമല്ലേ എന്നൊന്നും ചിന്തിക്കില്ല. ഇപ്പൊ ഈ ഫെബ്രുവരി മാസം ഞങ്ങൾ ഡയറ്റിനെ സംബന്ധിച്ച് മാർച്ച് ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുന്ന ഒരു സമയമായതുകൊണ്ട് പ്രോഗ്രാമുകൾ ധാരാളം വരുന്ന ഒരു സമയമാണ്. അതേപോലെ തന്നെ കുട്ടികളുടെ എക്സാമിനേഷന്റെ ഒരു സമയമാണ്. ഇതൊക്കെ ആണെങ്കിൽ ഇതൊന്നും ആലോചിക്കാതെ ഇതാണ് ഒരു 3-4 മാസം മുമ്പാണല്ലോ. അപ്പൊ ഫെബ്രുവരിയിലാ പോണെന്നുള്ളതൊന്നും ശ്രദ്ധിക്കുന്നില്ല. എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഏറ്റവും ലാസ്റ്റ് മൊമെന്റിൽ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്. അപ്പോഴേ അതിനെ കുറിച്ച് ചിന്തിക്കും. വരുന്ന ആ സമയത്ത് ആലോചിച്ചാൽ മതിയല്ലോ, കുറെ മുമ്പ് ആലോചിച്ച് വെറുതെ എന്തിനാ ടെൻഷൻ എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഫെബ്രുവരി മാത്രമല്ല, ഞങ്ങളുടെ നാട്ടിലെ പൂരത്തിന് വെച്ചാൽ എൻ്റെ വീട്ടിലെ ഞങ്ങളുടെ തട്ടകത്തെ ഭഗവതി ക്ഷേത്രത്തിൽ വലിയ പൂരാണ്. അത് ഒരു വർഷവും ഞാനത് മിസ് ചെയ്യാറില്ല. പറ വെക്കുക, അങ്ങനെ കുറച്ച് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആള് ഞാനായതുകൊണ്ട് അതും ആലോചിച്ചില്ല. ഈ യാത്രയുടെ കാര്യത്തിൽ അതൊന്നും ആലോചിക്കാതെയാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഡയറ്റിൽ 2 വലിയ പ്രോഗ്രാമുകൾ എനിക്ക് യാത്ര പോകണമെന്നുള്ളത് കൊണ്ട് എൻ്റെ ഒരു സൗകര്യാർത്ഥം ഞാൻ നേരത്തെ 2 വലിയ പ്രോഗ്രാം ഒരേ സമയം നടത്തി. പിന്നെ വീട്ടില് പറവയ്ക്കുന്ന സംഗതിയൊക്കെ അമ്പലത്തിൽ പറഞ്ഞേൽപ്പിച്ചൊക്കെ റെഡിയാക്കി. ഞാൻ നേരത്തെ പോയി അമ്പലത്തിൽ പോയി ഭഗവതിയോടൊക്കെ പറഞ്ഞ് ക്ഷമിക്കണം, രാജസ്ഥാനിൽ പോവാണ്, എന്തായാലും ഇപ്പൊ ഞാൻ നേരത്തെ വന്ന് പറവയ്ക്കുകയാണെന്നുള്ളത് അമ്പലത്തിലും ചെയ്ത് അങ്ങനെ കുറച്ചൊരു ഓട്ടപ്പാച്ചിലൊക്കെ കഴിച്ചിട്ടാണ് സിലുവിന്റെ കൂടെ വന്നത്. വരാനുള്ള ഒരു കാരണം ഈ പറഞ്ഞ പോലെ യാത്രാ കാഴ്ചകളൊക്കെ ഇഷ്ടമുള്ള ആളാണ്. ഞാനൊരു 10-17 രാജ്യങ്ങള് സന്ദർശിച്ചിട്ടുണ്ട്. ഹസ്ബൻഡ് ബിസിനസ്മാൻ ആയതുകൊണ്ടും പുറത്താണ് ബിസിനസ് എന്നുള്ളത് കൊണ്ടും കുറെ സ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിലൊന്നും ഇല്ലാത്ത ഒരു വാം ഫീലിംഗ് അല്ലെ, എത്ര പുറത്ത് എത്ര തണുപ്പാണെങ്കിലും ഒരു സ്നേഹത്തിന്റെ ചൂട് നമുക്ക് അനുഭവിക്കാനായിട്ട് സിലുവിന്റെ കൂടെയുള്ള യാത്രയിൽ സാധിക്കും. അപ്പോൾ അത് തന്നെയാണ് എന്തൊക്കെ തിരക്കുണ്ടെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും യാത്രയ്ക്ക് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകം. അപ്പൊ ഈ യാത്രയും വളരെ മനോഹരമാണ്. ഈ കഴിഞ്ഞ 2 ദിവസവും വളരെ എൻജോയ് ചെയ്തു.
ഞാൻ ഫോട്ടോസൊക്കെ എല്ലാവർക്കും അയക്കുമ്പോൾ എല്ലാവരും അയ്യോ മിസ്സായി എന്ന് പറയുന്നവരാണ് കൂടുതൽ പേര്. അപ്പൊ അതുകൊണ്ട് ഇനി നമുക്ക് ധാരാളം ആൾക്കാരെ കിട്ടും സിലു. അപ്പൊ സന്തോഷം എല്ലാവരും കൂടെ ചേരാൻ പറ്റും. പിന്നെ ഞാൻ തുടക്കത്തിൽ മാത്രമേ ഇങ്ങനെ എന്നെ എല്ലാവരും അറിയപ്പെടുന്ന ഉഷ എന്നാണ്. എനിക്കതാ ഇഷ്ടം. എന്റെ ഭർത്താവിനതാണ് ഇങ്ങനെ ചിരിച്ചു. നമ്മുടെ വീട് പത്തനംതിട്ട ജില്ലയിൽ അത് ഏഴംകുളം എന്ന് പറയുന്ന സ്ഥലത്താണ് അവരറിയുന്നത്. പിന്നെ പുള്ളി പറയുന്ന പുള്ളിക്ക് ഒന്നിനും സമയമില്ല എന്നൊക്കെ പറയുന്നെങ്കിൽ ഒരിക്കലും വീട്ടിലില്ല. കരയോഗം, അമ്പലം, രാവിലെ പോയാൽ വൈകിട്ട് തിരിച്ചു വരാറുള്ളൂ. അങ്ങനെ എപ്പോഴും ബിസിയാണ്. പിന്നെ ഞങ്ങൾക്ക് 2 മക്കളാണ്. എൻ്റെ മകൻ, അവൻ്റെ പേര് അനൂപ് എന്നാണ്. അവൻ ഒമാൻ, അവൾ വീട്ടിലേക്ക് കഴിഞ്ഞ് സോഫ്റ്റ്വെയർ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നു. പിന്നെ അവളുടെ ഹസ്ബൻഡ് സോഫ്റ്റ്വെയറിലായിരുന്നു. അവൻ നമ്മൾ ബുധനാഴ്ചയല്ലേ വന്നത്, ബുധനാഴ്ച അവനും ബാംഗ്ലൂരിൽ നിന്ന് അവനും അമേരിക്കയ്ക്ക് പോയിരിക്കുകയാണ്. ശരി, അവരുടെ കമ്പനിയിൽ നിന്ന് വിട്ടു.